അങ്ങനെ അങ്ങ് പോയാ നിക്കടെ നിക്കാനാ പറഞ്ഞത്. ഇല്ല. അല്ല, നമ്മളിപ്പോ ഇവിടുന്ന് മാറി നിൽക്കാന്ന് പറഞ്ഞാ ഈ കക്ഷിയാണെങ്കിൽ അകത്തിങ്ങനെ എന്ന് വെച്ചാൽ സത്യാഗ്രഹത്തിന് ഉപകരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് തല കാണിച്ച് പതുക്കെ ഇഞ്ഞ് പോരാ. പിന്നൊരു കാര്യം, ആര് വന്നാലും ഗേറ്റ് തുറന്നു കൊടുക്കണ്ട. പറഞ്ഞു കേട്ടല്ലോ. അല്ല, ഉണർന്ന് ബഹളം ഉണ്ടാക്കിയാലോ? അവർക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കണോ? എന്തെങ്കിലും കൊടുത്തേക്ക്. ഇനിയിപ്പോ പട്ടിണി കിട്ട് കൊന്നു വേണ്ട. മരണം വരെയും നഷ്ടപരിഹാരം തുളസിയേ സമരഫണ്ടിലേക്ക് ഒരു സംഭാവന. എന്തോന്ന് സംഭാവന? അറിഞ്ഞില്ലേ സമരം? കഞ്ചാവേക്കല്ലേ? എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഇടിവിട്ട് കൊള്ളേണ്ട കേസാ. വിദ്യാർത്ഥി ഐക്യം, വിദ്യാർത്ഥി ഐക്യം, വിദ്യാർത്ഥി ഐക്യം. ചാക്കോച്ചന്റെ ഗുണ്ടായിസം, ചാക്കോച്ചന്റെ ഗുണ്ടായിസം. റിലേ നിരാഹാരം, റിലേ നിരാഹാരം. മരണം വരെയും, മരണം വരെയും. നഷ്ടപരിഹാരം, നഷ്ടപരിഹാരം. ഗുഡ് മോർണിംഗ് സർ. ചാക്കോച്ചിന്റെ ഗുണ്ടായിസം, ചാക്കോച്ചിന്റെ ഗുണ്ടായിസം. വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചവർ അമ്മയെ കണ്ട് മരിച്ചിട്ടില്ല. വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചവർ അമ്മയെ കണ്ട് മരിച്ചിട്ടില്ല. മരണം വരെയും സമരം ചെയ്യും. മരണം വരെയും, മരണം വരെയും. വിലേ നിരാഹാരം. എങ്ങനെയുണ്ടാവേ കളക്ഷൻ? വൈകിട്ട് ഒരു സ്മാളടിക്കാൻ തയ്യോ? മുന്തിയതിനൊന്നും തകയില്ല. നല്ല പാട്ടോ റമ്മോ പോരെ. അല്ല, എനിക്ക് മനസ്സിലാകാൻ ചോദിക്കുക, എന്തുവാ ഈ റിലേ നിരാഹാരം? ഈ റിലേ എന്ന് പറയുമ്പോ ഒന്നിന് പുറകെ ഒന്നെന്നാണല്ലോ. അതെങ്ങനാ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുവോ? അങ്ങനല്ലേ? പിന്നെ അതിപ്പോ ഒരാൾ പട്ടിണി കിടന്ന ആവശ്യമാകുമ്പോ ചത്തുപോരുതല്ലോ. പാടില്ല. അപ്പൊ അടുത്ത കളിക്കും. അതാണ് എന്റെ കറക്റ്റ്. അപ്പോ ഒരാൾ അവശനാകാൻ എത്ര സമയം എടുക്കും ഏകദേശം? അതിപ്പോ 2-3 മണിക്കൂർ വരെ പിടിച്ചിരിക്കുന്നവരുണ്ട്. കൊള്ളാമല്ലോ. എന്താടാ നിരാഹാരത്തിനിടയ്ക്കും മറ്റവനുണ്ടോ?
തോറ്റിട്ടില്ല തോറ്റിട്ടില്ല വിദ്യാർത്ഥി സമരം. വേറെ രണ്ടവന്മാരോട് ഉണ്ടായിരുന്നല്ലോ, അവന്മാരോടെ? ഓ, തിരക്കായിരിക്കും അല്ലേ? വിദ്യാർത്ഥി ഐക്യം വിദ്യാർത്ഥി ഐക്യം വിദ്യാർത്ഥി ഐക്യം വിദ്യാർത്ഥി ഐക്യം തുളസിയെ തുളസിയെ ചാക്കോച്ചന്റെ ഗുണ്ടായിസം ചാക്കോച്ചന്റെ ഗുണ്ടായിസം ചാക്കോച്ചന്റെ ഗുണ്ടായിസം തുളസിയെ ആ, തുളസിയെ ഇവിടെ ഉണ്ടായിരുന്നോ? തുളസിയെ ചാക്കോച്ചന്റെ ഗുണ്ടായിസം ചാക്കോച്ചന്റെ ഗുണ്ടായിസം തോറ്റിട്ടില്ല സാറ് പോവുകയാണ്? തോറ്റിട്ടില്ല വിദ്യാർത്ഥി ഇല്ലടാ, ഞാനിവിടെ താമസിക്കാം. അല്ല, ആ നഷ്ടപരിഹാരത്തിന്റെ കാര്യം? നഷ്ടോ? ആർക്ക് നഷ്ടം? നിനക്ക് വല്ല നഷ്ടമുണ്ടോ? ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പയ്യനെ ഞാൻ കണ്ടിട്ടാ വരുന്നത്. അവന് കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ സാർ? അതല്ല സാർ, ഞങ്ങൾ ഇവിടെ വന്ന് ഇരിക്കുകയും ചെയ്ത് നാട്ടുകാർ പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു, സാറും മെനക്കെട്ടു. ഇനിയിപ്പോ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ എങ്ങനെ? അതെ, സാർ ഇടപെട്ട കേസായത് കൊണ്ടാ, അല്ലെങ്കിൽ വായിക്കാനൊക്കെ ഞാൻ അറിയാം. ഉവ്വ, ഞാൻ പോവാ. സാറേ, അപ്പൊ നമ്മുടെ കാര്യം? ആ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ, പിന്നെ നിരാഹാരവും സത്യാഗ്രഹവും എന്നൊക്കെ പറഞ്ഞ് വല്ല പോക്കിരിത്തരവും കാണിച്ചാലുണ്ടല്ലോ. അതെന്ത് വർത്താനാ സാറേ? അങ്ങനെ ചെയ്യുന്നവർക്ക് നേരത്തെ ചെയ്യൂടായിരുന്നു. സാറ് എപ്പോഴും ആ, പോ. അലമാണ് ഒരു പോക്ക് പോകത്തേ ഇതാണ്. എന്നാണ് ഇവരെ അങ്ങോട്ട് എടുക്കുന്നത്? വിദ്യാർത്ഥി ഐക്യം വിദ്യാർത്ഥി ഐക്യം നിരാഹാര സമരം നിരാഹാര സമരം മരണം വരെ സമരം ചെയ്യും മരണം വരെ സമരം ചെയ്യും. മതി കളിച്ച്, എനിക്ക് ആകെ പേടിയാവുന്നു. നമ്മളിപ്പോ എന്താണ്? ഏതായാലും ദാമ വരട്ടെ. ഞാൻ അപ്പോഴേ പറഞ്ഞ ഇതൊന്നും വേണ്ടാന്ന്. നീ കൂടെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. ആ, എന്താടാ? ഭയങ്കര പനി. അങ്ങനെ തുള്ളി വിറക്കിയ. കൊടുത്തൊന്നും കഴിച്ചിട്ടില്ല. ഞെരുകയും മുളൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടു നിന്നിട്ട് പേടിയാവുന്നു. എന്ത് ചെയ്യും താമട്ട? ചേച്ചി, ദാമുവേ, ഇത് സംഗതി കുറച്ചിലാണല്ലോ. നല്ല പനിയുണ്ട്, ബോധമില്ല. ഇപ്പൊ എന്താ ചെയ്യാ? എടാ, എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിലേ ഇപ്പൊ ചത്തുപോട്ടാ. ഞാൻ കുഴിച്ചിട്ടോളാം. എന്താ നിനക്കൊക്കെ ഇത്ര പേടി? ഹോസ്പിറ്റലിൽ എടുത്ത ചായം കിടന്നപ്പോ നിനക്കൊന്നും ഇത്ര ആവശ്യം കണ്ടില്ലല്ലോ. എന്താ ഇപ്പൊ ഇത്ര? എന്നാ നീ കെട്ടടാ അവിടെ. കൊല്ലാനാണെങ്കിൽ ഇപ്പഴേ കൊല്ലടാ അവളെ. എന്തിനാ ഇട്ടേക്കുന്നേ? അപ്പൊ നിന്റെ ഉദ്ദേശം അതല്ല. അവൾ ഇവിടെ കിടന്ന് ചത്ത ശവത്തിനാരും ഉത്തരം പറയും. അതിപ്പോ ദാമട്ടെ മാത്രല്ലല്ലോ, ഞങ്ങൾക്കില്ലേ ഇവിടെ. ഓഹോ, ഇപ്പൊ എല്ലാവരും കാര്യം അറിയോ? പൊക്കിക്കൊണ്ട് വരാൻ വലിയ ഉത്സാഹമായിരുന്നല്ലോ. വയ്യെങ്കിൽ പൊക്കോടാ എല്ലാവനും. ഞാൻ മതി, ഞാൻ ഏറ്റോളാം. കണ്ണി, നമുക്ക് അവിടെ നിന്ന് കുറച്ച് മരുന്ന് വാങ്ങിക്കണം. മനുഷ്യനെ കുറച്ച് മനുഷ്യത്തൊക്കെ വേണ്ടേ? മരുന്ന് മേടിക്കാന്ന് വെച്ചാൽ ഈ സമയത്ത് ആ വട്ടൻ ഡോക്ടറിലെ കാണും. അയാളെങ്ങാനും രോഗിയെ കാണുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ത് ചെയ്യും? കൊണ്ടുവന്ന് കാണിക്കണം. നമ്മുടെ അമ്മയാണെന്നോ പെങ്ങളാണെന്നോ വല്ലതും പറയാം. ഓ മരപ്പെട്ടി, പുലിവാലായല്ലോ. നമുക്ക് ഡോക്ടറെ തന്നെ പോവാം. പനി എനിക്കാന്ന് പറയാം. അതൊക്കെ ഭയങ്കര ബോറാവുന്നേ. ഇല്ലെന്നേ, ഞാൻ കറക്റ്റ് ആയിട്ട് അഭിനയിച്ച പോരെ പോരെ. ഇന്നലെ പകല് കോളേജിലൊരു അടി ഉണ്ടായി. ഒത്തിരി അടി കൊണ്ടു പാവം. ആഹാരം ആണെങ്കിലും ഒന്നും കഴിച്ചിട്ടുമില്ല. അടി കഴിഞ്ഞപ്പോ തുടങ്ങി ചെറിയൊരു ചൂടും പനിയും. വിറക്കടാ. കുളിരുണ്ടോ? ഉണ്ടേ. ആ
ഇന്നലെ രാത്രിയായപ്പോ പനി അങ്ങ് വല്ലാതെ കൂടി. അവിടെ ബോധം കെട്ട് കിടക്കുക. അല്ല, ഇവനിടയ്ക്കിടയ്ക്ക് ബോധക്കേട് ഉണ്ടാവാറുണ്ടെന്ന് പറയാറുണ്ട്. ഓ മൈ ഗോഡ്, ഇതല്പം കടുപ്പം കൂടിയ പനിയാണല്ലോ. മലേറിയ ആണോന്ന് നാളെ രാവിലെ ബ്ലഡ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് പറയാം. തൽക്കാലം ഒരു ഡബിൾ ഡോസ് ഇഞ്ചക്ഷൻ നമുക്ക് അങ്ങോട്ട് എടുത്തു കളയാം. ഇഞ്ചക്ഷനോ? അതെ, ഇഞ്ചക്ഷൻ തന്നെ. എന്തൊരു പുലിവാലായത്. ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട. അത് നീയാണ് നിശ്ചയിക്കുന്നത്. എടാ, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയെ കാണും. നിനക്കതൊക്കെ പറയാം. കുത്തുകൊള്ളുന്ന എനിക്കല്ലേ. എന്താ ഇതിനു മുമ്പ് കുത്തിവെച്ചിട്ടില്ലേ? പെൻസിലും കുത്തിവെച്ചിട്ടുണ്ടോ? ഉണ്ട്. അല്ല, ഇല്ല. ആ, കറക്റ്റ്. വരൂ, കാണിച്ചു തരാം. വരൂ വരൂ. വരൂ 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 വരൂ. കിടക്കൂ. അയ്യോ, കയ്യിൽ വേണ്ട, കൈ തളർന്നു പോകും. നമുക്ക് പൃഷ്ഠത്തിലായി കളയാം. കിടക്കൂ. അപ്പൊ കാലോ? നോ മോർ ക്വസ്റ്റ്യൻസ്. കിടക്കൂ. പാൻ്റ് അഴിക്കൂ. ആ, കല്ലിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവി പിടിക്കണം. പാൻ്റ് ഇറക്കൂ. ഇറക്കൂ.